അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാൻ മഅബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ട് അനുഗ്രഹങ്ങൾ, നിഅമതാൻ, രണ്ട് അനുഗ്രഹങ്ങൾ, മഅബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. മനുഷ്യരിൽ അധികം ആളുകളും ആ രണ്ട് അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ നഷ്ടക്കാരാണ്, നഷ്ടപ്പെടുത്തുന്ന ആളുകൾ. ഈ രണ്ട് അനുഗ്രഹങ്ങളെയും നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് മനുഷ്യരിൽ അധികം ആളുകളും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിഹ്ഹതു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവ് സമയങ്ങളാണ്. ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവ് സമയങ്ങളാണ്. ഈ രണ്ട് വിഷയത്തിലും ഇത് വലിയ രണ്ട് അനുഗ്രഹമാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങളെ മനുഷ്യൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യരിൽ അധികം ആളുകളും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നത്. നോക്കൂ, മഅബൂൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? മഅബൂൻ എന്ന് പറഞ്ഞാൽ, ഗബന എന്ന് പറഞ്ഞാൽ ശരിക്ക് നഷ്ടക്കച്ചവടം നടത്തുന്നവൻ എന്നാണ്. ഇപ്പൊ ഒരു മനുഷ്യന് ഒരു സാധനം വിൽക്കുന്നു. സാധനം വിൽക്കുമ്പോൾ അതിന്റെ മാർക്കറ്റ് വില അറിയാതെയാണ് ആ മനുഷ്യൻ വിൽക്കുന്നത്. വളരെ മാർജിൻ കുറഞ്ഞുകൊണ്ട് വളരെ കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്യുന്നു, വിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ നഷ്ടം എത്രയായിരിക്കും? ഉയർന്ന മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു വസ്തു ആ മാർക്കറ്റ് റേറ്റ് അറിയാതെ ഈ മനുഷ്യൻ കുറഞ്ഞ പൈസക്ക് എന്ത് ചെയ്യുന്നു, തന്റെ സാധനം വിൽക്കുന്നു. അതാണ് നഷ്ടം. മഅബൂൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുന്ന വേണം. അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ സാധനം വാങ്ങുന്നു, അതിന്റെ മാർക്കറ്റ് റേറ്റ് അറിയാതെ കൂടുതൽ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ മനുഷ്യൻ വാങ്ങുകയാണെങ്കിൽ അതാണ് നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞത്. മനസ്സിലായി? അതാണ് മഅബൂൻ. ഏറ്റവും നല്ല രണ്ട് അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ഒഴിവ് സമയം. ഇതിന്റെ വില അറിയാതെ, ഇതിന്റെ മഹത്വം അറിയാതെ വെറുതെ നഷ്ടപ്പെടുത്തുന്ന നഷ്ടക്കച്ചവടക്കാരനെ പോലെയാണ് ആര്? പല ആളുകളും, മനുഷ്യരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. നമ്മുടെ മുമ്പിൽ ഒഴിവ് സമയങ്ങളുണ്ട്. ഈ ഒഴിവ് സമയങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ എന്ത് ചെയ്തു, സ്കൂളുകളുടെ വാർഷിക പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒഴിവ് സമയങ്ങളാണ്. അതുപോലെ തന്നെ മദ്രസയിലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ഒഴിവ് സമയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് അതിനെ ഒരു നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, അതിന്റെ മൂല്യം അറിയാതെ, വില അറിയാതെ, തങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്ന, മക്കൾക്ക് കിട്ടുന്ന സമയം നഷ്ടപ്പെടുത്തി എന്ത് ചെയ്യരുത്, നിങ്ങൾ കളയരുത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത് പല ആളുകളും ഈ വിഷയത്തിൽ എന്താണ്, നഷ്ടക്കച്ചവടം നടത്തുന്ന ആളുകളാണ്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം വിനിയോഗിച്ചതൊക്കെ അത്ഭുതപ്പെട്ടു. നമുക്കൊക്കെ ഒരു മാതൃകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സമയഘട്ടങ്ങൾ. സമയത്തിന് ഉദാഹരണം എങ്ങനെ നല്ല രൂപത്തിൽ വിനിയോഗിക്കാം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതം നോക്കൂ, ചെറുപ്പത്തിൽ 7 വയസ്സാകുമ്പോൾ അദ്ദേഹം ഖുർആൻ പഠിച്ചു വന്നു. 7 വയസ്സാകുമ്പോൾ ഖുർആൻ ഫുള്ള് മനപ്പാടാക്കി. 10 വയസ്സായപ്പോൾ ഹദീസുകൾ എന്ത് ചെയ്തു, പഠിച്ചു. ചെറുപ്രായത്തിൽ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരുടെ ഇടയിൽ ഇരിക്കാനുള്ള ഒരു ഒരു കഴിവ്, അതല്ലെങ്കിൽ ഒരു അർഹത എന്ത് ചെയ്ത് ഇദ്ദേഹം നേടിയെടുത്ത്. അദ്ദേഹത്തിന്റെയൊക്കെ ജീവിതം അത്രമാൻ ചിട്ടപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ രാത്രി അദ്ദേഹം വിഭജിച്ചത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കാന യുഖസ്സിമുൽ ലൈല,
അദ്ദേഹത്തിന്റെ ഒരു രാത്രി വിഭജിച്ചത് എങ്ങനെയെന്നറിയോ? സലാസത്തു അജ്സായി, 3 ഭാഗങ്ങളാക്കി അദ്ദേഹത്തിന്റെ ഒരു രാത്രി. ഓരോ രാത്രി 3 ഭാഗങ്ങളാക്കും. അതിൽ ഒരു രാത്രി സുലുസുൽ ലിൽ ഇൽമ്, 1/3 അദ്ദേഹം പഠനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കും. അതേപോലെ തന്നെ സുലുസു ലിസ്വലാത്തി, 1/3 ഭാഗം അദ്ദേഹം നമസ്കരിക്കും. ബാക്കിയുള്ള സുലുസുൻ ലിന്നൗമ്, ബാക്കിയുള്ള 1/3 ഭാഗം അദ്ദേഹം ഉറങ്ങാൻ എന്ത് ചെയ്യും, ഉപയോഗിക്കും. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു രാത്രി എന്ത് ചെയ്ത് അദ്ദേഹം വിഭജിച്ചിരിക്കുന്നു. കാരണം സമയം അദ്ദേഹം ബാലൻസ് ചെയ്തു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന സമയത്തെ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹം പഠിച്ചു. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പഠിച്ചു. അതുകൊണ്ട് തന്നെ വലിയ പണ്ഡിതന്മാരുടെ ഇടയിൽ ഇരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. കാരണം അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അൽ വഖത്ത്, സമയം എന്ന് പറഞ്ഞത് കസൈഫൻ, അതൊരു വാള് പോലെയാണ്. അതൊരു വാള് പോലെയാണ്. ഇല്ലം തഖ്തഅഹു ഖതഅക, ആ സമയത്തെ നീ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ സമയം നിന്നെ നശിപ്പിക്കുന്ന, നിന്നെ മുറിച്ചു കളയും സമയം. ആ സമയത്തെ നീ നിയന്ത്രിക്കണം എന്നാണ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള സമയങ്ങളെ അതിനെ നിയന്ത്രിക്കാൻ, മാനേജ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. അതിനെ ഉപകാരപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. ഇല്ല എങ്കിൽ, കാരണം സമയം, നഷ്ടപ്പെട്ട സമയം ഒരിക്കലും എന്ത് ചെയ്യില്ല, കിട്ടൂല. നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ആ സമയത്തെ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഒഴിവ് സമയം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഒഴിവ് സമയങ്ങൾ, ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കുട്ടികളെ നമ്മൾ ആ സ്കൂളില്ല, അല്ലെങ്കിൽ മദ്രസ ഇല്ല, ഇനി പഠനമൊന്നുമില്ല, ഇനി 2 മാസം എന്ത് ചെയ്യുക, ഫ്രീ ആണ്. അതുകൊണ്ട് ആ കുട്ടികളെ കുട്ടിയുടെ വഴിക്കണ്ട് വിടരുത്. കുട്ടികളെ നമ്മൾ എന്തെങ്കിലും കൺട്രോൾ ചെയ്യണം. നമ്മൾ നമ്മളെ കുടുംബത്തെ കൺട്രോൾ ചെയ്യണം. നമ്മൾ യാത്ര ചെയ്തോ, നിങ്ങൾ കുടുംബത്തെ കുട്ടികളെ കൂട്ടിയിട്ട് നിങ്ങൾ യാത്ര ചെയ്തോ, നിങ്ങൾ ടൂറ് പോയിക്കോ, നല്ല രൂപത്തിൽ നിങ്ങൾ ടൂറ് പോ, നിങ്ങൾ നാടുകൾ കാണാൻ പോകും. പക്ഷെ കാണാൻ പോകുന്ന സമയത്തും ഒരു ഇസ്ലാം എന്ന ദീനിന്റെ സംസ്കാരം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കണം ആ യാത്രയിലൂടെ. അങ്ങനെ ആ യാത്രയിലൂടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഇസ്ലാമിൽ നമ്മൾ ഒരു മുസ്ലിം യാത്ര പോകുമ്പോൾ എങ്ങനെ പോകണം, ആ വാഹനം കയറുന്നത് മുതൽ തിരിച്ച് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെയുള്ള സമയങ്ങളുണ്ടല്ലോ, പ്രാർത്ഥനകളും നമസ്കാരങ്ങളും അദബുകളും മര്യാദകളും. ഒരു സ്ഥലത്ത് ചെന്നാൽ ഞാൻ എന്തായിരിക്കണം, ഞാൻ എങ്ങനെയായിരിക്കണം, ഞാനൊരു മുസ്ലിമാണ്, ആ മുസ്ലിമായ ഞാൻ എങ്ങനെ ചെയ്യണം, പ്രവർത്തിക്കണം, ആരോട് സംസാരിക്കുന്ന സമയത്ത് ഈ രീതികൾ, ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ, അദബുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിപ്പിക്കണം. അത് കുടുംബത്തിന്റെ ബാധ്യതയാണ്. പ്രാക്ടിക്കലാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങൾ നിങ്ങൾ കുടുംബത്തിലേക്ക് യാത്ര ചെയ്യും, നിങ്ങളുടെ കൂട്ടുകുടുംബത്തിലേക്ക് യാത്ര ചെയ്യും. അത് കൂട്ടുകുടുംബവുമായിട്ടുള്ള ഒരു കുടുംബ ബന്ധം പുലർത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നമ്മുടെ മക്കളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാകും. അതായിരിക്കണം ഈ ഒഴിവ് സമയം നമ്മൾ മക്കളിലേക്ക് എത്തിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം, വലിയവരോട് എങ്ങനെ പെരുമാറണം, ചെറിയവരോട് എങ്ങനെ പെരുമാറണം, ആ കുടുംബ ബന്ധമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ്, ആരാണ് എന്റെ വാപ്പയുടെ കുടുംബങ്ങൾ എവിടേക്കാണുള്ളത്, ഉമ്മയുടെ കുടുംബങ്ങൾ ആരൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് റൂട്ട് എങ്ങനെ, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം മാതാപിതാക്കൾ. ഇതൊക്കെ ഇസ്ലാമിന്റെ പഠനം, അത് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. അതേപോലെ തന്നെ മറ്റു ആക്ടിവിറ്റികൾ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഖുർആനൊരു ഭാഗം, ഖുർആൻ പഠിക്കാൻ, ഈ ഒഴിവ് സമയങ്ങളിൽ ഖുർആൻ പഠിക്കാൻ ഒരു 2 ആയത്ത് നമ്മൾ നമ്മുടെ മക്കൾ ഓരോ ദിവസവും പഠിപ്പിക്കാം. ഒരു 2 ആയത്ത് ഹിഫ്ളാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ആ ടൈമിങ് നമ്മൾ ക്ലിയർ ആക്കാം. അല്ലെങ്കിൽ നല്ല കഥകൾ, പ്രവാചകന്മാരുടെ കഥകൾ, ചെറിയ കുട്ടികളില്ലേ, കുട്ടികൾക്കൊക്കെ വലിയ ആഗ്രഹമായിരിക്കും, ആവേശമായിരിക്കും പ്രവാചകന്മാരുടെ കഥകൾ. ആ നല്ല കഥകളിലൂടെ നമുക്ക് ഒരു മുസ്ലിമിന്റെ സംസ്കാരം എന്ത് ചെയ്യാം, നമുക്ക് പഠിപ്പിച്ചെടുക്കാം. ഇപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയൊരു പ്രബോധകരായി മാറും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പ്രബോധനം ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ നല്ല ആളുകളായിട്ട് ഈ കുട്ടികൾക്ക് കിട്ടുന്ന, നമുക്ക് കിട്ടുന്ന ഈ ഒഴിവ് സമയം ഇസ്ലാം എന്താണ് എന്ന് കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുള്ള സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതല്ലാതെ വെറും കുട്ടികൾക്ക് ഗെയിം,
അല്ലെങ്കിൽ കളി, അല്ലെങ്കിൽ ഉറക്കം, അല്ലെങ്കിൽ മൊബൈല്, ഇങ്ങനെയുള്ളത് വസ്തു കൊടുത്ത് അവിടെ സമയം എന്ത് ചെയ്യരുത്, നിങ്ങൾ വേസ്റ്റ് ആക്കരുത്, കളയരുത്. കാരണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ നിഅമത്താണ് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം. ആ കുടുംബത്തിനെ കുറിച്ച്, ആ മക്കളെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം പറയേണ്ടി വരും. ആ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒഴിവ് സമയം നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ഉപയോഗിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.